ഹായ്, എല്ലാവർക്കും നമസ്കാരം. കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് അടിപൊളി ടേസ്റ്റിലുള്ളൊരു ലെമൺ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കിയാലോ. ഇപ്പോൾ ഈ ചൂട് കാലമായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസം തരുന്നൊരു ജ്യൂസായിരിക്കും ഇത് സംഭവം ഒരു കിഡിലാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണേ. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. അതിനുവേണ്ടി ഞാനിത് ഗ്രേപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 30 ഗ്രേപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുത്ത ഗ്രേപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എടുത്തിരിക്കുന്നത് സീഡ്ലെസ് ഗ്രേപ്പാണ്. സീഡ് ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ എടുത്തിട്ടുള്ളത് സീഡ്ലെസ് ആണ്. പിന്നെ 2 ലെമണും കൂടി എടുത്തിട്ടുണ്ടേ. നമുക്ക് ഇച്ചിരി കൂടെ ലെമണിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടത്. നമുക്കൊരു 3-4 എടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് ലെമണിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. നമുക്കിത് നടുക്ക് കട്ട് ചെയ്തിട്ട് പ്രസ്സറിൽ വെച്ച് നമുക്ക് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ലെമണിൻ്റെ സീഡൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ലെമണിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. നമുക്കിങ്ങനെ തന്നെ എല്ലാ ലെമണും കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ തന്നെ ഇതിൻ്റെ ജ്യൂസൊക്കെ എടുക്കാം. നമുക്ക് ഈ ഒരു സമയത്ത് ഗസ്റ്റൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ജ്യൂസാണിത്. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ചായയൊന്നും ആർക്കും ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ പിന്നെ നമുക്ക് ജ്യൂസായിരിക്കും നല്ലത്. അപ്പോൾ ലൈം ജ്യൂസും അല്ല, ഗ്രേപ്പ് ജ്യൂസും അല്ല, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ജ്യൂസ്. ഇത് ലെമണിൻ്റെയൊക്കെ ജ്യൂസൊക്കെ എടുത്തിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ജ്യൂസ് കണ്ടില്ലേ, ജ്യൂസിൽ ഇതായത് സീഡൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജ്യൂസ് ജാർ എടുക്കാം. ഈ ജ്യൂസ് ജാറിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഗ്രേപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ജ്യൂസ് ജാറിലോട്ട് ഗ്രേപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്രേപ്പിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കൂടുതൽ മധുരം വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ ഇച്ചിരി കൂടെ നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. നല്ല മധുരമുള്ള ഗ്രേപ്പാണെങ്കിൽ ഈ പഞ്ചസാര തന്നെ ധാരാളമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഗ്രേപ്പിലോട്ട് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് ബ്ലെൻഡ് ചെയ്ത ശേഷം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിന് വെള്ളം ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടേ. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇത് നന്നായി മുതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഗ്രേപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഇച്ചിരി തൊലിയൊക്കെ നമ്മളൊരു ബ്ലെൻഡ് ആയത് നമുക്കത് തന്നെ കാണാൻ പറ്റും. നമുക്കിത് അരിപ്പ വെച്ച് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. കാരണം അതിൻ്റെ ഗ്രേപ്പിൻ്റെ ആ ഒരു തരിതരി പോലെ നമുക്ക് എന്തായാലും അതിലുണ്ടാവും കുറച്ച്. ആ തരിതരി നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പിലോട്ട് ഒഴിക്കുന്നത്. അതൊഴിച്ച ശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേർതിരിച്ച് വരും നമുക്കത്. അത് സ്പൂൺ കൊണ്ടൊക്കെ ഇളക്കിയിട്ട് കുറച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ജാറിൽ ഇച്ചിരി കൂടി ബാക്കിയുണ്ട്. അതുകൂടെ നമുക്ക് അരിപ്പിലോട്ട് ഒഴിക്കാം. അതിപ്പോൾ മുഴുവനൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് മഗ്ഗിൽ നല്ല ഒരു അടിപൊളി ജ്യൂസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ റെഡിയാക്കി വെച്ച ലൈം ജ്യൂസ് ഇല്ലേ, അത് നമ്മുടെ ഗ്രേപ്പ് ജ്യൂസിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ലൈം ജ്യൂസ് അതിലോട്ട് ഒഴിച്ച ശേഷം നമുക്ക് നേരത്തെ പോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ സമയത്ത് നമുക്ക് പഞ്ചസാര ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മധുരം ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ജ്യൂസ് ഗ്ലാസ്സിലോട്ട് മാറ്റിയാലോ, സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റിയാലോ. ഇത് 2 ഗ്ലാസ്സിലോട്ട് നമുക്ക് ജ്യൂസ് ഒഴിക്കാം. ഞാൻ ജ്യൂസ് ആക്കുമ്പോൾ ചേർത്തത് സദാ വാട്ടറാണേ. ഞാൻ ഐസ് വാട്ടർ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ജ്യൂസ് തണുത്ത ജ്യൂസല്ല. അപ്പോൾ ജ്യൂസ് തണുക്കാൻ വേണ്ടി നമുക്കതിലോട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ജ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സാധാരണ രീതിയിൽ തണുത്തതായിരിക്കുമല്ലോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തണുത്ത ജ്യൂസായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേപ്പ് ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല തണുത്ത അടിപൊളി ജ്യൂസാണ്. നല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ജ്യൂസാണിത്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ തോന്നില്ലേ. ഇനി ഇതിൻ്റെ കൂടെ 2 സ്ട്രോയും കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മുടെ ജ്യൂസെല്ലാം ഫിനിഷായി. ഇപ്പം തന്നെ ജ്യൂസ് കഴിക്കാൻ തോന്നുന്നു. ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് ജ്യൂസ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്